ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ലൈവ് ലൈഫ് യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം സൂര്യാസ്തമയം കാണുവാൻ പോയി. വളരെ മനോഹരമായ ഒരു ദൃശ്യം. കടലിലേക്ക് വിദൂരതയിലേക്ക് നോക്കി നിൽക്കുകയാണ്. സൂര്യൻ പതിയെ പതിയെ കടലിലേക്ക് താഴ്ന്നു പോകുന്നു. തിരമാലകൾ അടിച്ചുയരുന്നുണ്ട്. തിരമാലകൾ എണ്ണുവാൻ എന്നോണം പലരും കടലിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. പക്ഷേ ആ തിരകളെക്കാളും അപ്പുറമായി ആ സൂര്യൻ്റെ വെള്ളത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ആ ദൃശ്യം കാണുവാൻ അനേകർ അവിടെ കൂടി വന്നിരിക്കുന്നുണ്ട്. എന്നിരുന്നാലും അത് കാണുവാൻ വളരെ മനോഹരമാണ്. ഇങ്ങനെ സൂര്യാസ്തമയം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചില ചിന്തകൾ മനസ്സിലോട്ട് കടന്നു വന്നു. പ്രയാസങ്ങളുടെയും സങ്കടങ്ങളുടെയും ദുഃഖങ്ങളുടെയും ഒരു കൂമ്പാരത്തിൻ്റെ മുകളിൽ ചവിട്ടി നിൽക്കുന്ന പലരുടെയും ഹൃദയങ്ങളിലേക്ക് തോന്നാവുന്ന ഒരു ചിന്ത. ഈ സൂര്യൻ വെള്ളത്തിലേക്ക് താഴ്ന്നിറങ്ങുന്നത് പോലെ നമ്മുടെ ഈ വേദനകളും പ്രയാസങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളൊക്കെ ഈ കടലിൻ്റെ ആഴങ്ങളിലേക്ക് ചെല്ലുവാണെങ്കിൽ എത്ര നന്നായിരിക്കും. ചിന്തകൾ ഹൃദയത്തിൽ ഇങ്ങനെ കടന്നു വന്നു. ഇതുപോലെ പ്രയാസങ്ങളൊക്കെ കടലിൽ എറിയുവാൻ പറ്റിയിരുന്നെങ്കിൽ എത്ര നന്നായിരിക്കും. ചിന്തകൾ ഇതുപോലെ കടന്നു വരുന്നു. പക്ഷേ മറ്റു ചിന്തകളും കൂടെ ഇതിനോടൊപ്പം കടന്നു വരുവാനിടയെ തീർന്നു. മറ്റൊന്നുമല്ല, കടലിൽ ഇന്ന് അസ്തമിച്ച സൂര്യൻ നാളെ മറ്റൊരു ദിശയിൽ മറ്റൊരു ദിക്കിൽ അതീവ ശക്തിയോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുന്നു, അല്ലെങ്കിൽ ഉദിച്ചുയരുന്നു. നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ജീവിതം എപ്പോഴും ഏറ്റക്കുറച്ചിലുള്ളതാണ്. ഒരുപക്ഷെ ഇന്ന് പലരും നമ്മെ ചവിട്ടി താഴ്ത്തിയേക്കാം, പലരും നമ്മെ വേണ്ടെന്ന് പറഞ്ഞേക്കാം, നമ്മളെ നിസ്സാരനെന്ന് കരുതി, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം വെറും പുല്ലിനോട് തുലനപ്പെടുത്തി നമ്മൾ ജീവിച്ചിരിച്ചേക്കാം. പക്ഷേ നാളെ എന്നൊരു ദിവസം എൻ്റെയും നിങ്ങളുടേതാണ്. ഇന്ന് എത്ര തന്നെ രീതിയിൽ നമ്മൾ വേണ്ടാത്ത രീതിയിൽ, അല്ലെങ്കിൽ പലർക്കും നമ്മളെ വേണ്ടാത്ത രീതിയിൽ നമ്മൾ ജീവിച്ചേക്കാം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ദുഃഖങ്ങളും പ്രയാസങ്ങളും മാത്രം ഉണ്ടായിരുന്നേക്കാം. നമ്മൾ നമ്മൾ ചിന്തിക്കും, ഈ സൂര്യനെ പോലെ ഈ കടലിലേക്ക് എൻ്റെ പ്രയാസങ്ങളൊക്കെ എടുത്തെറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റും. നിങ്ങളൊരു നാൾ നിങ്ങൾക്ക് നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ ഈ സൂര്യനെ പോലെ കടലിലേക്ക് തള്ളിയിടുവാൻ പറ്റും. ഇങ്ങനെ സൂര്യനെ നോക്കി നിൽക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ മറ്റൊരു കാര്യമുണ്ട്. ഇതുപോലെ സൂര്യൻ കടലിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന പോലെ പലരും നമ്മൾ കടലിലേക്ക് ചവിട്ടി താഴ്ത്തിയേക്കാം. നിന്നെക്കൊണ്ട് പറ്റത്തില്ലടാ, നിന്നെക്കൊണ്ട് ഉയരാൻ പറ്റത്തില്ല, നിന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നീ ആരാണ്, നിനക്ക് ഒന്നിനൊരു കഴിവില്ല, നീ ഇന്നതാണ് പറ്റതാണ് പിടിച്ചതാണെന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്ന അനേകർ നമ്മുടെ ചുറ്റുപാട് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഒന്ന് മനസ്സിലാക്കുക, നാളെ നിങ്ങളുടേതാണ്. സൂര്യൻ ഈ കടലിലേക്ക് അസ്തമിച്ചതുപോലെ തന്നെ മറ്റൊരു സ്ഥലത്ത് അതീവ ശക്തിയോടുകൂടെ ഉദിക്കുവാനിടയായിത്തീരും. അതുപോലെ ആ ഉയർച്ചയിൽ, അല്ലെങ്കിൽ ആ സൂര്യൻ ഉദിച്ചു വന്നിട്ട് അനേകം പേർക്ക് വെളിച്ചം പകരുന്നു, അനേകം പേർക്ക് ഊർജ്ജം പകരുന്നു. പലതരത്തിലുള്ള ഊർജ്ജം പലർക്കും പല ആൾക്കാർക്കും അത് സ്പ്രെഡ് ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഒരു നാൾ നിങ്ങളിലും എനിക്കും നിങ്ങൾക്കും ഉയരുവാൻ പറ്റും. പലർക്കും നന്മയായി തീരുവാൻ, പലർക്കും ഒരു ആശ്രയമായി തീരുവാൻ, പലർക്കും ഒരു ആശ്വാസമായി തീരുവാൻ നിങ്ങൾക്കും എനിക്കും പറ്റും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടെ നമുക്ക് മുന്നേറാം. നാളെ നമ്മുടെ ഓരോരുത്തരുമാണ്. നാളെ ഞാനും നീയും ഉയർത്തെഴുന്നേൽക്കും. ഇന്ന് പലരും നമ്മളെ കടലിലേക്ക് താഴ്ത്തിയാലും സൂര്യൻ ഉദിച്ചു വരുന്നത് പോലെ ഞാനും നിങ്ങളും ഒരു നാൾ ഉയർത്തു വരും. കാരണം മറ്റൊന്നുമല്ല, സൂര്യൻ തേജസ്സോടുകൂടി ഉയർക്കുന്നത് പോലെ നമ്മൾ ഓരോരുത്തരും തേജസ്സോടുകൂടി ഒരു നാൾ ഉയർക്കുവാനിടയായിത്തീരും. ആ ഉയർപ്പിനു വേണ്ടി നിങ്ങൾ ഓരോരുത്തരും കാത്തു നിൽക്കുക. ആ ഉയർപ്പിനു വേണ്ടി നിങ്ങൾ ഓരോരുത്തരും പ്രയത്നിക്കുക. ആ ഉയർപ്പിനു വേണ്ടി മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ടിട്ട് നിങ്ങളെ തന്നെ ഡീഗ്രേഡ് ചെയ്യാതെ, നിങ്ങളെ തന്നെ മാറ്റി നിർത്താതെ, നിങ്ങളുടെ കഴിവുകളിൽ ആശ്രയിച്ച്, നിങ്ങളുടെ കഴിവുകളിൽ മനസ്സിലാക്കി നിങ്ങൾക്ക് എന്താണ് പൊട്ടൻഷ്യൽ ഉള്ളത് അതിനുവേണ്ടി പ്രയത്നിച്ചുകൊണ്ട് മുന്നേറുവാൻ നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം അതിനായി നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ.